ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് തികച്ചും ഒരു പുതിയ മെഷീൻ. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളത് കണ്ടിട്ട് ഒരു 3-4 വർഷം മുന്നേ തൊട്ട് കണ്ടു തുടങ്ങിയതാണ്. ഇപ്പോൾ സമീപത്തായിട്ട് കുറച്ച് ആളുകൾ അതിങ്ങനെ ചില കമ്പനികൾ പരിചയപ്പെടുത്തിയപ്പോൾ കണ്ടതുകൊണ്ടാവാം ഇപ്പോൾ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി വന്നത്. അപ്പോൾ അതിനൊന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നി. മെയിൻലി ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഈ മേഖലയുടെ അപ്ഡേഷൻ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തുടർന്നുണ്ടായ ഒരു ഇൻവെൻഷൻ ആയിരിക്കാം ഇതും എന്ന് ഞാൻ വിചാരിക്കുക. കാരണം ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ചെല്ലുന്നത് തന്നെ ഒരു സ്കിൻ കെയർ ക്ലിനിക്കിലേക്ക് ചെല്ലുന്ന അതേ ഫീലിലാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നമ്മൾ ഒരു സ്കിന്ന് നമ്മൾ നോക്കിയിട്ടാണ് പറയുക ഇത് ഓയിലി സ്കിന്നാണോ അതെയോ ഡ്രൈ സ്കിന്നാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഡാൻഡ്രഫ് ഉണ്ടോ, ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കസ്റ്റമറെ കൂടി കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പുതിയ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഫീൽഡിലേക്ക് കടന്നു വന്നു. അപ്പോൾ അങ്ങനെ ഒരു ഉപകരണം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു കവറിലൂടെ തന്നെ പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ മെഷീൻ. നമ്മുടെ ഹെയറും സ്കിന്നൊക്കെ ഒരു ക്യാമറയിലൂടെ ഒരു LCDയിലൂടെ കാണിക്കാൻ കഴിയുന്ന ഒരു ഹൈ ഡെഫിനിഷൻ ഡിജിറ്റൽ മാഗ്നിഫിക്കേഷൻ. ഇതാണ് സാധനം. പലരും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഒരു പിക്ചർ ഈ കാണുന്നതാണ് ഇതിൻ്റെ പിക്ചർ. ഇങ്ങനൊരു LCD സ്ക്രീൻ ഉണ്ടാവും, പ്ലസ് അതിൻ്റെ 2 ക്യാമറ. ആ 2 ക്യാമറ ഒന്ന് കുറച്ചുകൂടി മൈന്യൂട്ടായിട്ട് കാണിക്കാവുന്ന പിക്സൽ കാണിക്കുന്നതും മറ്റൊന്ന് അതിലും കുറഞ്ഞതുമാണ്. അപ്പോൾ ഈ ഒരു മെഷീനാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു മെഷീൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 7 ഇഞ്ചുള്ളൊരു LCD വരും. നമുക്കത് പിക്ചറായിട്ട് എടുത്തിട്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന് കാണിക്കാൻ കഴിയും. ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയർ എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ സ്കിന്ന് എങ്ങനെ ഇരിക്കുന്നു, സ്കിന്ന് ഡ്രൈ ആണോ, ഇതൊക്കെ നമുക്കൊരു കസ്റ്റമർക്ക് സുഖമായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ നേരിട്ട് തന്നെ നമ്മൾ നേരത്തെ പറയുന്നതിനേക്കാളും കൂടുതൽ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ ഒരു മെഷീൻ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ മെഷീൻ. ആ മെഷീനിൽ ഈ കാണുന്ന സാധനങ്ങളാണ് വരിക. ഇതിപ്പോൾ അതിൻ്റെ പ്രോബ് ഇതാണ്. ഇങ്ങനെ വേണം വരിക. ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടാണ് വരിക. ഇത് നമുക്ക് ഇതിലൂടെ പിക്ചർ കാണിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പിക്ചർ ഫോട്ടോ ആയിട്ട് എടുത്ത് യൂസ് ചെയ്യാനും ഇത് സൂം ചെയ്ത് കാണിക്കാനും കഴിയുന്ന രീതിയിലാണ്. ഇപ്പോൾ ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കോഡ് ഉണ്ടാവും. ഒപ്പം നമുക്ക് ഇവിടെയാണ് പവർ, 2 ലൈറ്റ്, അതുപോലെ തന്നെ ഒരു ഇതും കൂടി കാണിക്കും. ഇവിടെ സ്വിച്ച് എടുത്ത് ഓണായി. ഇപ്പോൾ അതിൻ്റെ ക്യാമറ സ്ക്രീന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ലെൻസ് ഏതാണോ ആ ലെൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് അതിൻ്റെ ലെൻസ് വരുന്നത്. ഇതിൻ്റെ കവർ റിമൂവ് ചെയ്യുന്നു. ഇത് ആണ് ലെൻസ്. ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണിച്ചോളൂ. ഈ പ്രോബിൻ്റെ അറ്റത്ത് തന്നെ നമുക്കൊരു ലൈറ്റ് കിട്ടുന്ന കാണിക്കാനുണ്ടാവും. ഒപ്പം തന്നെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് എൻ്റെ സ്കിൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. സ്കിന്നിൽ വരുന്ന ഹെയർ, അത് ഏത് ടൈപ്പ് ഓഫ് ഹെയറാണ്, എൻ്റെ സ്കിന്നിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അതിലൂടെ കാണാൻ പറ്റും. ഇനി അതേ സാധനത്തിൽ ഇതിന് നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ഹെയർ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഹെയർ ഈ കാണുന്നതാണ്. എൻ്റെ ഹെയറിൻ്റെ ഓരോ ഹെയറായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ പിക്ചർ എടുക്കണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ആദ്യം കാണിച്ച സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ പിക്ചർ വരും. ഈ പിക്ചർ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമറെ നമ്മുടെ ഹെയറിൻ്റെ ഇതിൽ ഇനി അത് സൂം ചെയ്യണമെങ്കിൽ ഇപ്പോൾ നോക്കുള്ളൂ, സൂം ചെയ്ത് കാണിക്കണമെങ്കിൽ കാണിക്കാനും പറ്റും. ഒന്നുകൂടി ഞാൻ കുറച്ചുകൂടി ഷാർപ്പായിട്ട് എടുക്കാം. ഓക്കെ, ഈ ഫോട്ടോ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ സൂം ചെയ്ത് നമുക്ക് കസ്റ്റമറെ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഹെയർ എങ്ങനെയുണ്ട്, ഹെയറിൻ്റെ കുഴപ്പം എന്താണ്, A to Z കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയൊരു കാറ്റലോഗ് കൂടി ആക്ച്വലി ഈ മെഷീൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും.
ഇപ്പോൾ കാണിച്ചു തന്നു. മെഷീൻ്റെ പ്രവർത്തന രീതി കാണിച്ചു തന്നു. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ 2 ഹെഡ് ഉണ്ട്, അതായത് 2 തരത്തിൽ സൂം ചെയ്യാവുന്ന 2 ഹെഡ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് സ്കിന്നും ഹെയറും മാറി മാറി ചെക്ക് ചെയ്യാനും കുറച്ചുകൂടി സൂം ചെയ്ത് അതിനുള്ള ഐഡിയ ഉണ്ട്. ഹൈ ഡെഫിനിഷൻ ഒരു കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കിട്ടാൻ ഒരു 200 പിക്സൽ എന്നായിരിക്കും അവർ ഉദ്ദേശം ഉണ്ടാവുക. ഇതാണെങ്കിൽ 50. ഇങ്ങനെ 2 ഇത് കാണിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഈ പിക്ചർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് ഇങ്ങനത്തെ ഒരു പരിചയമില്ലാത്ത മെഷീനാണ് എന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഇൻ്റർഫിയറൻസിൽ വരുന്ന ഓരോ കാര്യങ്ങളും അവരൊരു മാനുവൽ പോലെ ഇങ്ങനെ ഒരു ബുക്ക് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഒരു എഴുതിയുണ്ട്. ഡിജിറ്റ്, ഹെൽത്തി പോസ്, ഡാമേജ്ഡ് ഹെയർ, ഓയിലി സ്കാൾപ്പ്, ഇങ്ങനെ കുറേ നമ്മുടെ കെരാറ്റിൻ സെല്ല്, ക്യൂട്ടിക്കിൾ ഇപ്പോൾ നമ്മളെന്താ പറയുക, ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണോ അല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരൊറ്റ ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ആ സ്കിൻ എങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നോർമൽ സ്കിന്നാണെങ്കിൽ നമ്മൾ ഈ ക്യാമറയുടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം, അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണെങ്കിൽ എങ്ങനെ കാണും, ഡ്രൈ സ്കിന്നാണെങ്കിൽ എങ്ങനെ കാണും, ഓയിലി വിത്ത് ഡ്രൈ സ്കിന്നാണെങ്കിൽ എങ്ങനെ കാണും. അങ്ങനെ A to Z നമ്മളൊരു ഈ ക്യാമറയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പിക്ചറോ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴോ ആവുന്ന ടെക്സ്ചർ മനസ്സിലാക്കിയിട്ട് നമുക്കത് ഏത് ടൈപ്പ് സ്കിന്നാണെന്ന് കസ്റ്റമർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. പിന്നെ ഒരു കളർ ചേഞ്ചസ് ഓഫ് വേരിയസ് സ്കിൻ കണ്ടീഷൻ, ഈ കാണുന്ന പിക്ചറുകൾ വരുന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കാണിക്കും. ഈ ഒരു ഇതിലൂടെ നമ്മൾ കാണിക്കുമ്പോൾ പിക്ചേഴ്സ് ഇങ്ങനെ കാണിക്കും ഓരോ ടൈപ്പ് ഓഫ് സ്കിന്നിൻ്റെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ അണ്ടർ 20, അണ്ടർ 30, അണ്ടർ 40, അങ്ങനെ പല മെച്യൂർഡായ സ്കിന്ന് പലതുമായിട്ട് കാണിക്കും. കളർ ഇമാജിനേഷൻ ഓഫ് സ്കിൻ കണ്ടീഷൻസ്, അങ്ങനെ പിന്നെ ഒരു ഐഡിയൽ സ്കിൻ എങ്ങനെ ഇരിക്കണം, അതെല്ലാം നമുക്ക് ഈ ഒരു ക്യാമറയിലൂടെ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്കിന്ന് പിന്നെ അടുത്തത് അതുപോലെ തന്നെ ഹെയറിൻ്റെ സെയിം ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഹെയർ, അതായത് നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്കാൽപ്പ്, ക്ലീൻ ഹെയർ ബൾബ്. ആ ഹെയർ ബൾബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ പുറത്തേക്ക് വരുന്ന ആ ഒരു ഏരിയയാണ് ഹെയർ ബൾബ് എന്ന് പറയാം. ടു മച്ച് ഇത് ഇങ്ങനെ ഓരോ ഡീറ്റെയിലായിട്ടും നമുക്കിതിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തത് മോഡറേറ്റ്ലി ഡാമേജ്ഡ് ഹെയർ, ഹെവി ഡാമേജ്ഡ് ഹെയർ, ആ പിക്ചേഴ്സ് ഇതിൽ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുപോയി നമ്മളൊരു കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് യൂസ് ചെയ്യണമനുസരിച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം നമ്മുടെ കസ്റ്റമറെ നമുക്ക് കൺവിൻസിങ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ പറഞ്ഞ മെഷീൻ. ഇതിപ്പോൾ ഈ ഒരു ചെറിയ ഇതിൽ വരുന്നത് ഞാൻ കരുതുന്നത്, നമ്മളൊക്കെ കരുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാളെ ഇതൊക്കെ നമ്മളൊരു ലാപ്ടോപ്പ് വെച്ച് നമ്മുടെ കസ്റ്റമറെ വളരെ വ്യക്തമായി കാണാവുന്ന രീതിയിലേക്കൊക്കെ ഉള്ള ഒരു പുതിയ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ടാണ് ഈ മേഖലയുടെ പോക്കുണ്ടാവുക. അപ്പോൾ ഇപ്പോഴേ ഇത്തരത്തിലുള്ള ഓരോ മെഷീനറീസ് നിങ്ങൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ആരും വേണ്ടി വരുന്ന സാധനം അല്ല എന്നുള്ളൊരു ചിന്തയൊക്കെയാണെങ്കിൽ ഇതിന് വലുത് വരുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പുറകിലേക്ക് ആയിപ്പോവും. അപ്പോൾ ഈ മേഖലയിൽ വരുന്ന അപ്ഡേഷന് ഒപ്പം നിൽക്കുക, ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ ഒന്ന് മേടിച്ച് പരിചയപ്പെടുക. നെക്സ്റ്റ് ഇതിൻ്റെ ചിലപ്പോൾ ഒരു ചോദ്യം അടുത്തതുണ്ടാകാൻ കഴിയുന്ന കാര്യം ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നുള്ളതാണ്. ഏതാണ്ട് 10,000 രൂപയിൽ താഴെ നിൽക്കുന്ന റേറ്റാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. 10,000 രൂപ താഴെയാണ്, എത്രയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കണില്ല, എന്തായാലും 10,000 രൂപ താഴെയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു മെഷീൻ, അങ്ങനെ നിങ്ങൾ സ്കിൻ കെയർ രംഗത്ത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടും നല്ല രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പാർലറിനെ മറ്റുള്ള പാർലറുകളിൽ നിന്ന് ഒരു പടി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് മറ്റുള്ള രീതിയിൽ പറയുന്നതിലും കൂടുതലായിട്ട് അവരെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് പറയുന്നതിനേക്കാളുപരി അവർക്ക് ഇതേപോലെ ഒരു പിക്ചറിലൂടെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അപ്ഡേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുക. ഏതാണ്ട് ഒരു 5-6 മെഷീനോളം അവിടെ ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ നമ്മളിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി തരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്ക് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഇനി ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ നൂതന എക്യുപ്മെൻറ്റ്സും ബ്യൂട്ടി പാർലറിലേക്കുള്ള സംവിധാനങ്ങളും എല്ലാമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.